ഞാനിവിടെ സ്റ്റാർട്ടപ്പ് വില്ലേജിൽ സ്റ്റാർട്ടപ്പ് ഫംഗ്ഷനായിട്ട് വന്നാണ്. അറിയാമല്ലോ, ഫ്യൂച്ചർ ടെക്നോളജിയും ഇന്നോവേഷനും ഒക്കെ വൻതോതിൽ പ്രോത്സാഹിപ്പിക്കാനാണ് സർക്കാരിൻ്റെ പരിപാടി. അതുകൊണ്ടാണ് ഇത്തരം ഇവൻറ്റുകൾക്കൊക്കെ നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. ഹ്യൂമൻ ഹൈ അങ്ങനെയാണ് ഇതിനെ പേരിട്ടിരിക്കുന്നത്. സ്റ്റാർട്ടപ്പുകളുടെയും ഫ്യൂച്ചർ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള മനുഷ്യൻ്റെ ജീവിതവും അതുപോലെ തന്നെ രാഷ്ട്ര നിർമ്മാണവും സംസ്ഥാനത്തെ ഡെവലപ്മെൻറ്റും ഒക്കെ ലക്ഷ്യം വെച്ച് നടത്തുന്ന പരിപാടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ടോട്ടൽ വലിയ പ്രയോറിറ്റിയാണ് എന്ന് ഇതിനകം തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നടക്കുന്ന ആക്ടിവിറ്റീസാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ 42 വർഷമായിട്ടുള്ളൂ. നമ്മുടെ ഫ്യൂച്ചർ ടെക്നോളജിയിൽ തന്നെയാണ്. ടെക്നോളജി മാറുമ്പോൾ ഒപ്പം ഓടിയില്ല എങ്കിൽ പിന്തള്ളപ്പെടും. ലോക ചരിത്രം തന്നെ അതാണല്ലോ. നല്ല ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയും അത് എല്ലാ മേഖലയിലും, ഇപ്പോൾ ഉദാഹരണമായിട്ട് കാർഷിക മേഖലയായാലും അല്ലെങ്കിൽ ഡിഫൻസായി അല്ലെങ്കിൽ മറ്റെന്ത് മേഖലയിലാണെങ്കിലും അത് പ്രയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ശക്തി. അപ്പോൾ അതില്ലാത്ത സ്റ്റേറ്റുകളായാലും രാജ്യങ്ങളായാലും ഒക്കെ പുറന്തള്ളപ്പെടും. അതുകൊണ്ടാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കാൻ സർക്കാരിൻ്റെ നയം ആ രീതിയിൽ വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട എല്ലാവരും, ഇതിനൊന്നും ഒരു മന്ത്രിയല്ല, എല്ലാ മന്ത്രിമാരുമാണ്. ടെക്നോളജി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് എന്നുണ്ടെങ്കിൽ ഉപയോഗം മറ്റു പല ഡിപ്പാർട്ട്മെൻറ്റുകളും ആണ്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ജോയിൻ്റ് ആയിട്ടുള്ള എഫർട്ടാണ് ടെക്നോളജി ഇമ്പ്രൂവ്മെൻറ്റ്, ഫ്യൂച്ചർ ടെക്നോളജി ഇമ്പ്രൂവ്മെൻറ്റ്, ന്യൂ ഇന്നോവേഷൻസ്. അപ്പോൾ ആ രംഗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കാനുള്ള ശ്രമമാണ് ആദ്യമായി AI നയമൊക്കെ പ്രഖ്യാപിച്ച് ഇപ്പോൾ കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഇന്ത്യയിലെ ആദ്യത്തെ AI ഇനിഷ്യേറ്റീവ് വന്നത് ഇവിടെ നിന്നാണ്, കേരളത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ മിനിസ്റ്ററൊക്കെ പറയുന്നത്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ. അതിൽ എന്താണ് ഇനി അടുത്ത നടപടി സ്വീകരിക്കാൻ പോകുന്നത്? പ്രത്യേകിച്ച് സർക്കാരുമായിട്ട് ആലോചിക്കാതെ ഇത്തരത്തിൽ അദാനി പോർട്ട് നിലപാടെടുക്കുന്നത്, അതിലേക്ക് എന്ത് നടപടിയാണ് നമ്മളിൽ ഉദ്ദേശിക്കുന്നത്? നമുക്ക് വിവാദങ്ങളിൽ മാത്രമേ താല്പര്യമുള്ളൂ. അതുകൊണ്ട് വിവാദങ്ങളിൽ ഒരു ന്യൂ ഇന്നോവേഷൻ നമുക്ക് ഇവിടെ ഒരുപാട് പ്രോട്ടോടൈപ്പ് ഉണ്ട്. കോൺട്രോവേഴ്സിയിൽ എങ്ങനെ ഹൗ ടു ഡെവലപ്പ് കോൺട്രോവേഴ്സി വെൽ. പക്ഷേ കോൺട്രോവേഴ്സി കൊണ്ട് ഒരുപാട് ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ അവസാനം ലാൻഡ് ചെയ്യുന്നത് പിന്നെ നല്ലതിനാവാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ എപ്പോഴും എല്ലാ വാർത്താ മാധ്യമങ്ങൾക്കും അതിൻ്റെ എൻഡ് റിസൾട്ട് നോക്കാതെ കോൺട്രോവേഴ്സി മാത്രമാണ് ഇഷ്ടം. അപ്പോൾ ഇപ്പോൾ ചോദിച്ച സംഗതിക്ക് ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി ക്ലിയറായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇൻഫർമേഷൻ ഞങ്ങൾക്കിപ്പോൾ വന്നേ ഉള്ളൂ. ഞങ്ങളോട് ഔദ്യോഗികമായി ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളത് മുഖ്യമന്ത്രി ക്ലിയറായി. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബന്ധപ്പെട്ടതിന് ശേഷമുള്ള കാര്യങ്ങൾ ഗുണമാണോ ദോഷമാണോ, അതല്ല അത് രാജ്യരക്ഷയ്ക്ക് വേറെ വല്ല പ്രശ്നങ്ങളുണ്ടോ, അതല്ല ഇത് ഈ കരാറിൽ ഉണ്ട് എന്നവർ പറയുന്നുണ്ട്, അതുണ്ടോ ഇല്ലേ, എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് മറുപടി പറയാം എന്ന് ഫ്ലോറിൽ ക്ലിയറായിട്ട് ഈ വിഷയം വന്നപ്പോൾ തന്നെ പുതിയ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. പഴയ മുഖ്യമന്ത്രിക്കും അവിടെ ഇരിക്കുന്നവർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ഞങ്ങളെക്കാൾ കൂടുതൽ അറിയാമല്ലോ. കാരണം ഇപ്പോൾ 10 വർഷം അധികാരത്തിൽ അവരായിരുന്നില്ലേ. ഈ പോർട്ട് അദാനി പോർട്ട് തിരുവനന്തപുരം നമ്മൾ വിഴിഞ്ഞം പോർട്ട് കൊണ്ടുവന്നത് ഞങ്ങളാണ്. പക്ഷേ പിന്നുള്ള കാലം ഇത് വേറൊരു ഗവൺമെൻറ് ആയിരുന്നല്ലോ ഇവിടെ. അപ്പോൾ എന്തൊക്കെയാണ് കരാറിലുണ്ടാവുക ഇല്ല എന്നുള്ളതൊക്കെ അവർക്കല്ലേ കൂടുതൽ അറിയാം. ഞങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കട്ടെ, കടലാസൊക്കെ ഒന്ന് എടുത്ത് നോക്കുമ്പോഴല്ലേ ഇപ്പോൾ പലതും ഞങ്ങൾക്കൊരു മാസമേ കിട്ടിയുള്ളൂ, ഒരു 1.5 മാസമല്ലേ കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പറയാം. ആദ്യം തന്നെ നിങ്ങൾ എല്ലാത്തിലും കോൺട്രവേഴ്സിക്ക് പ്രാമുഖ്യം കൊടുക്കണ്ട. നമ്മൾ അല്പം നിർമ്മാണാത്മകമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നോവേഷൻ പറഞ്ഞത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.